ഹായ് എവരിവൺ, എൻ്റെ പേര് റിസ്വാൻ. ഞാനിപ്പോൾ ഈ നവംബറിൽ ഇപ്പോൾ DH എഴുതി പാസ്സായിട്ടുണ്ട്. എൻ്റെ സെക്കൻഡറി ആയിരുന്നു. ഞാനിവിടെ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഞാൻ എഴുതിയത്. അപ്പോൾ ഫസ്റ്റത്തെ എക്സാം എന്ന് പറയുന്നത് ഞാനങ്ങനെ ഓവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിട്ടില്ല. ഞാൻ ജസ്റ്റ് ക്ലാസ്സിന് ചേർന്നു, മെഡ്വെഞ്ചറിൽ തന്നെ ചേർന്നിട്ടുണ്ടായത്. പക്ഷേ ഞാനങ്ങനെ ഓവർ ആരുമായിട്ട് കോണ്ടാക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഗ്രൂപ്പിലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാനങ്ങനെ ഇൻവോൾവ് ആയിട്ടില്ല. ഒന്നാമത് മെയിൻ ഞാനങ്ങനെ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ക്ലാസ് ഒന്നും ഓവർ കേൾക്കാതെ ഫയൽസൊക്കെ ജസ്റ്റ് കുറച്ച് 2-3 ഫയൽസ് മാത്രം പഠിച്ച് കുറച്ച് നോട്ട്സൊക്കെ ജസ്റ്റ് ഇങ്ങനെ റെഫർ ചെയ്ത് കുറച്ച് എളുപ്പമായിരിക്കും എന്നുള്ള രീതിയിലാണ് പോയിട്ട് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ അതിലെനിക്ക് ഫസ്റ്റത്തെ ട്രയൽ ഞാൻ ഫെയിലായി. പിന്നെ അത് ഫെയിലായ സമയത്ത് പിന്നെ എല്ലാവരും എനിക്ക് മെസ്സേജ് അയച്ചു. ആൻഡോ സാറും പിന്നെ ആദ്യം അവർക്ക് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ ഗ്രൂപ്പിലൊന്നിലില്ലല്ലോ, ഒന്നിലും ആക്റ്റീവായിട്ടുണ്ടായിട്ടില്ലല്ലോ, പഠിക്കാൻ അന്നേരം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് എനിക്ക് അമൽ സാറിൻ്റെ ഒരു ഗ്രൂപ്പൊക്കെ സെറ്റാക്കി തന്നു. അങ്ങനെ എന്താ പറയുക, ഞാൻ പക്ഷേ ക്ലാസ് എടുത്തിട്ട് ഒരു ഓൾമോസ്റ്റ് ഞാൻ കുറേ നാൾ പഠിക്കാതെ തന്നെ വെച്ച് ക്ലാസ്സൊക്കെ എക്സ്പയർ ചെയ്യുന്നു. പിന്നെ എനിക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് തന്ന് പിന്നെ ആപ്ലിക്കേഷൻ അവരൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് പിന്നെ ഞാൻ രണ്ടാമത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ഇവർ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ എന്ത് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അന്നേരം അമൽ സാർ നല്ലോണം ഹെൽപ്പ് ചെയ്ത് പിന്നെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ പിന്നെ ക്ലാസ്സും പഠിക്കേണ്ട മെത്തേഡ്സും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്ത് തന്നു. ഞാൻ ഷിഫ്റ്റ്, അതായത് ഞാൻ ദുബായിൽ 1 to 10 ആയിരുന്നു എൻ്റെ ഷിഫ്റ്റ്. ആ സമയത്ത് ഉച്ചയ്ക്ക് 1 മണി മുതൽ 10 മണി വരെ. അപ്പം ഞാൻ രാത്രി വന്നിട്ട് വേഗം കിടന്നിട്ട് രാവിലെ എഴുന്നതിന് ശേഷം പിന്നെ ഒരു 5-6 മണിക്ക് ശേഷം പിന്നെ ഞാൻ ഉറങ്ങാതെ ഡ്യൂട്ടിക്ക് പോകുന്നവരെ ഇങ്ങനെ പഠിക്കലായിരുന്നു. ഡെയിലി അങ്ങനെ മാക്സിമം ഒരു 3 hours പെർ ഡേ വെച്ചിട്ട് ഇങ്ങനെ പഠിച്ചു. പിന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെ പഠിച്ചു. പിന്നെ ഈ മെഡ്വെഞ്ചറിൻ്റെ അപ്പം എന്നോട് പറഞ്ഞു ഫയൽസിലും മൊത്തം ഫയൽസും മോക്ക് ടെസ്റ്റും കറക്റ്റ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഐഡിയ കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്താക്കി, മെഡ്വെഞ്ചറിലെ ഫയൽസ് മൊത്തം വൃത്തിക്ക് നോക്കി മോക്ക് ടെസ്റ്റും കംപ്ലീറ്റ് ആക്കി. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉള്ളുണ്ട്. ഇപ്പോൾ എല്ലാ സമയത്തും ഞാൻ എപ്പോൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും അമൽ സാർ എന്തായാലും തന്നെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരുമായിരുന്നു. ഒന്നും പഠിക്കേണ്ട, ഈ സമയത്ത് ഈ പ്രാവശ്യം നമുക്ക് എന്തായാലും ക്ലിയർ. ഞാൻ രണ്ടാമത് എക്സാം എഴുതുന്നു പറഞ്ഞപ്പം തന്നെ ആൻഡോ സാറും അമൽ സാർ ആദിൽ സാർ എല്ലാവരും കൂടിയിട്ട് തന്നെ പറഞ്ഞ് ഈ പ്രാവശ്യം എന്തായാലും ക്ലിയർ ആവും, ഒന്നും പേടിക്കണ്ട, ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് അത്യാവശ്യം കോൺഫിഡൻസും കയറി. പിന്നെ ഞാൻ അത്യാവശ്യം നല്ലോണം പ്രിപ്പയർ ചെയ്ത് നല്ലോണം പഠിച്ച് പോയി എഴുതി. അങ്ങനെ കിട്ടി. എന്താ പറയുക, ഭയങ്കര എളുപ്പമായിട്ട് രണ്ടാമത്തെ എക്സാം ഭയങ്കര എളുപ്പമായിട്ടാണ് തോന്നിയത്. ഓൾമോസ്റ്റ് കുറേ എല്ലാ ക്വസ്റ്റ്യൻസും ഫെമിലിയർ ആയിരുന്നു. അത്യാവശ്യം റിപ്പീറ്റഡ് വന്നു. പിന്നെ എന്താ പറയുക, ചില ക്വസ്റ്റ്യൻസ് മാത്രം തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചിട്ടുള്ളൂ. അപ്പം എല്ലാം കൊണ്ടും ഓക്കെ ആയിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ സ്വന്തം പഠിക്കാതെ ഇതുപോലത്തെ ഏതെങ്കിലും കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ മെയിനായിട്ട് എനിക്ക് പറയാൻ പറ്റുക, എൻ്റെ ഒരുപാട് ഫ്രണ്ട്സും മെഡ്വെഞ്ചറിലുണ്ടായിരുന്നു. അവരൊക്കെ മെഡ്വെഞ്ചറിലൂടെ തന്നെ പാസ്സായത്. അപ്പോൾ അവർ തന്നെയാണ് എനിക്ക് റെഫർ ചെയ്തത്. അപ്പോൾ എൻ്റെ ഓപ്ഷനും തന്നെയാണ് നല്ല. എന്താ പറയുക, എല്ലാവരും വളരെ സപ്പോർട്ടിങ് സ്റ്റാഫുമാണ്. നമുക്ക് എല്ലാ ആവശ്യമുള്ള എല്ലാ നോട്ട്സും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും ഇവർ ചെയ്തു തരികയും ചെയ്യും. സംഭവം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എഴുതി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നല്ല ഹാപ്പിയായി. എല്ലാവരും ഇങ്ങനെ പറഞ്ഞു, ഓക്കെ എനിക്കറിയായിരുന്നു എന്തായാലും പാസ്സാവുമെന്ന് അറിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ മൊത്തത്തിൽ ഒക്കെ അടിപൊളിയായിരുന്നു. ഓക്കെ, താങ്ക് യു.